ഹലോ കുട്ടികളെ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പേജ് നമ്പർ 50-ലെ മൂന്നാമത്തെ ചോദ്യം. ഇൻ ദ പിക്ചർ ബിലോ, ടു കോർണേഴ്സ് ഓഫ് എ പാരലലോഗ്രാം ആർ ജോയിൻഡ് ടു ദ മിഡ് പോയിന്റ്സ് ഓഫ് ടു സൈഡ്സ്. പ്രൂവ് ദാറ്റ് ദീസ് ലൈൻസ് കട്ട് ദ ഡയഗണൽ ഇൻ ദ പിക്ചർ ഇൻറ്റു 3 ഈക്വൽ പാർട്സ്. ഇവിടെ ചിത്രത്തിൽ ഒരു സാമാന്തരികമാണ് കാണിച്ചിരിക്കുന്നത്, ഒരു പാരലലോഗ്രാം അല്ലേ. അപ്പോൾ പാരലലോഗ്രാമിൻ്റെ മൂലകളെ എന്തായിട്ട് ഓരോ സൈഡിൻ്റെയും മിഡ് പോയിൻറ്റുമായിട്ട് യോജിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ പേര് കൊടുത്ത് പറയാം. ഇതിനെ നമുക്ക് എ, ബി, സി, ഡി എന്ന സൈഡ്സിന് പേര് കൊടുക്കാം. ഇനി എ ബി എന്ന സൈഡിൻ്റെ മിഡ് പോയിൻ്റ് മധ്യബിന്ദുവാണ് പി, ഡി സി എന്ന സൈഡിൻ്റെ മിഡ് പോയിൻ്റാണ് ക്യൂ. ഇനി ഇവ ഈ പി ഡിയും ബി ക്യൂവും വികർണമായ ഡയഗണലായ എ സിയെ കട്ട് ചെയ്യുന്ന 2 പോയിന്റുകളുണ്ട്. അവയ്ക്ക് നമുക്ക് എക്സ് എന്നും വൈ എന്നും പേര് കൊടുക്കാം. നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് ഈ പി ഡിയും ബി ക്യൂവും എ സിയെ 3 തുല്യ ഭാഗങ്ങളായി കട്ട് ചെയ്യുന്നു എന്നതാണ്. അതായത് എ എക്സ് എന്നതിൽ നീളവും എക്സ് വൈയുടെ നീളവും വൈ സിയുടെ നീളവും തുല്യമാണെന്ന് തെളിയിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളായി എഴുതാം. ഇവിടെ ഇത് എ ബി സി ഡി ഒരു പാരലലോഗ്രാം അല്ലേ. പാരലലോഗ്രാമിൻ്റെ പ്രത്യേകത എന്താ? പാരലലോഗ്രാമിന് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലുമാണ്, പാരലലും ആണ് അല്ലേ. അതായത് എ ബി സി ഡിക്ക് പാരലലും ആണ്, അതുപോലെ എ ബി ഈക്വൽ ടു സി ഡിയും ആണ്. ഈ കാര്യം നമുക്കറിയാവുന്നതാണ്. ഇനി എ ബിയുടെ മിഡ് പോയിൻ്റ് ആണ് പി, അതുപോലെ ഡി സിയുടെ മിഡ് പോയിൻ്റ് ആണ് ക്യൂ. ഇപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എ ബിയുടെ മിഡ് പോയിൻ്റ് ആണ് പി ആയതുകൊണ്ട് നമുക്ക് എ പി ഈക്വൽസ് എന്താണെന്ന് എഴുതാം? പി മിഡ് പോയിൻ്റ് അല്ലേ, എ പി ഈക്വൽസ് പി ബി എന്ന് എഴുതാം. എ പി ഈക്വൽസ് പി ബി. അതുപോലെ ക്യൂ എന്ന് പറയുന്നത് ഡി സിയുടെ മിഡ് പോയിൻ്റ് ആയതുകൊണ്ട് ഡി ക്യൂ ഈക്വൽസ് ഏതാണ്? ക്യൂ സി അല്ലേ. ഡി ക്യൂ ഈക്വൽസ് ക്യൂ സി. ഇനി നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ഈ പി ബി ഡി ക്യൂ ഒരു പാരലലോഗ്രാം ആണെന്ന് തെളിയിക്കുക. ഇവിടെ നമ്മൾ പി ബിയും ഡി ക്യൂവും ഈക്വൽ ആണെന്ന് പറഞ്ഞില്ലേ, ഈക്വൽ ആണല്ലോ. ഇനി അതുപോലെ എ ബിയും ഡി സിയും പാരലലും ആണ്. എ ബിയും ഡി സിയും പാരലലും ആണ്. ആ ഡി സിയുടെ ഒരു ഭാഗമല്ലേ ഡി ക്യൂ, അതുപോലെ എ ബിയുടെ ഒരു ഭാഗമല്ലേ പി ബി. അതേഫോർ പി ബി എന്തുവാണ്? പി ബി പാരലൽ എന്തുവാണ്? ഡി ക്യൂ ആണ്. പി ബി പാരലൽ ടു ഡി ക്യൂവുമാണ്. അപ്പോൾ ഡി ക്യൂ ഈക്വൽസ് പി ബി, അതുപോലെ ഡി ക്യൂ പാരലൽ പി ബി ആണെങ്കിൽ പി ബി ഡി ക്യൂ എന്തായിരിക്കാം? ഒരു പാരലലോഗ്രാം ആയിരിക്കും അല്ലേ. ഇനി നമുക്കൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഏതാണ്? എ ബി വൈ എന്ന് പറയുന്ന ട്രയാങ്കിൾ. നോക്കിക്കേ, എ ബി വൈയുടെ പ്രത്യേകത എന്താ? ബി വൈ എന്ന് പറയുന്ന ഒരു സൈഡിന്, ഒരു വശത്തിന് പാരലലാണ് പി എക്സ് അല്ലേ. അപ്പോൾ ഒരു ട്രയാങ്കിളിൽ ഒരു വശത്തിന് പാരലായിട്ട് വേറൊരു വശം ഉണ്ടെങ്കിൽ അവയുടെ റേഷ്യോ എന്തായിരിക്കും? അവ കട്ട് ചെയ്യുന്ന റേഷ്യോ ഈക്വൽ അല്ലേ. ഇവിടെ നമ്മൾ എന്താ പഠിച്ചത്? എ പിയും ബി ബിയും ഈക്വൽ ആണല്ലോ. എ പി ഈക്വൽസ് പി ബി ആണ്. എ പി ഈക്വൽസ് പി ബി ആണെങ്കിൽ എ എക്സ് ഈക്വൽസ് എക്സ് വൈ അല്ലേ. നോക്കിയേ, ഈ ബി വൈ എന്ന് പറയുന്ന സൈഡിന് പാരലായിട്ടതാ അതിൻ്റെ മിഡ് പോയിൻ്റിൽ കൂടി വേറൊരു ലൈൻ പാരലായി വരയ്ക്കുകയാണെങ്കിൽ എ പി ബൈ പി ബി ഈക്വൽസ് എ എക്സ് ബൈ എക്സ് വൈ ആയിരിക്കും. ഇവിടെ നമ്മൾ അതിന് പി മിഡ് പോയിൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം എ പി ഈക്വൽസ് എന്താണ്? പി ബി. അപ്പോൾ എ എക്സ് ഈക്വൽസ് എന്തായിരിക്കും? എക്സ് വൈ ആയിരിക്കും. അപ്പോൾ എ എക്സ് ഈക്വൽസ് എക്സ് വൈ എന്ന് കിട്ടി. അതിനെ നമ്മൾ ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. അടുത്തൊരു ട്രയാങ്കിൾ നോക്കിക്കേ. ഏത് ട്രയാങ്കിളാണ്? ട്രയാങ്കിൾ സി ഡി എക്സ് നോക്കൂ. സി ഡി എക്സ്. അവിടെയും 2 പാരലൽ ലൈൻസ് ഉണ്ട്. ഡി എക്സ് എന്ന് പറയുന്ന വശത്തിന് പാരലായിട്ട് മധ്യബിന്ദുവിലൂടെ ഒരു ലൈൻ വരച്ചിരിക്കുന്നു ഡി വൈ. അത് ഡി എക്സിന് പാരലാണ് അല്ലേ. ഡി എക്സ് പാരലൽ ക്യൂ വൈ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്യൂ സി ഈക്വൽസ് ക്യൂ ഡി ആണെങ്കിൽ എന്തായിരിക്കും? സി വൈ ഈക്വൽസ് എക്സ് വൈ അല്ലേ. സി ക്യൂ ബൈ ക്യൂ ഡി ഈക്വൽസ് സി വൈ ബൈ വൈ എക്സ് എന്നാണ് പറയേണ്ടത്. പക്ഷെ ഇവിടെ ഈക്വൽ അല്ലേ. സി ക്യൂ ഈക്വൽസ് ക്യൂ ഡി ആണെങ്കിൽ അതേ അനുപാതത്തിലായിരിക്കും. സി വൈ ഈക്വൽസ് വൈ എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ 2 ഇക്വേഷൻസ് കിട്ടി. എ എക്സ് ഈക്വൽസ് എക്സ് വൈ എന്നും സി വൈ ഈക്വൽസ് എക്സ് വൈ എന്നും. അപ്പോൾ ഈ 2 ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? എ എക്സ് ഈക്വൽസ് എക്സ് വൈ ഈക്വൽസ് സി വൈ. ഇതാണ് നമുക്ക് ഈ ഫിഗറിൽ നിന്നും പ്രൂവ് ചെയ്യേണ്ട കാര്യം. 4th question. In triangle ABC, the line parallel to AC through the point P on BC meets AB at Q. The line parallel to AP through Q meets at BC at R. Prove that BP divided by PC equals BR divided by RP. ഇവിടെ ട്രയാങ്കിൾ എ ബി സിയിൽ ബി സിയിൽ ഒരു പോയിൻ്റാണ് പി. ആ പിയിലൂടെ എ സിക്ക് പാരലായിട്ട് പിയിൽ നിന്ന് ഒരു ലൈൻ വരച്ചേക്കാണ്. ആ ലൈൻ എവിടെ കൂട്ടിമുട്ടുന്നു? ക്യൂവിൽ കൂട്ടിമുട്ടുന്നു, അതായത് പി ക്യൂ. ഓക്കെ. ഇനി ക്യൂവിൽ നിന്ന് എവിടേക്ക്? ബി സിയിലേക്ക് തന്നെ ഒരു ലൈൻ വരയ്ക്കുകയാണ് ക്യു ആർ. അത് ആർക്ക് പാരലാണ്? എ പിക്ക് പാരലാണ്. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ടു പ്രൂവ് ദാറ്റ് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ബി പി ബൈ പി സി ഈക്വൽസ് ബി ആർ ബൈ ആർ പി എന്ന് നമുക്ക് തെളിയിക്കണം.
അപ്പോൾ ആദ്യം തന്നെ ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ ബി പി ബൈ പി സി. എവിടെയാണ് ബി പി ബൈ പി സി ഉള്ളത്? ദാ ഈ വലിയ ട്രയാങ്കിളിലല്ലേ ബി പിയും പി സിയും ഉള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം ആ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. കൺസിഡർ ട്രയാങ്കിൾ ബി എ സി. വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. അതിൽ ഏതാ പാരലലൊക്കെ? ഏതൊക്കെ സൈഡുകളാണ് പാരലൽ? എ സിക്ക്, എ സി എന്ന് പറയുന്ന വലിയ വശത്തിന് പാരലാണ് ക്യു പി അല്ലേ? എ സി പാരലൽ ക്യു പി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ബി പി ബൈ പി സി. ബി പി ബൈ പി സി ഈക്വൽസ്, ഇവിടെ നല്ലേ പാരലൽ ലൈൻ ഇതല്ലേ, അപ്പോൾ ബി ക്യു ബൈ ക്യു എ. ബി ക്യു ബൈ ക്യു എ, ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്തൊരു ട്രയാങ്കിൾ എടുക്കാം. അടുത്ത ട്രയാങ്കിൾ ഏതാ എടുക്കേണ്ടത്? ബി പി എ. ഏതാ? ബി പി എ എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. കൺസിഡർ ട്രയാങ്കിൾ ബി പി എ. ബി പി എ. ബി പി എയിൽ ഏതൊക്കെയാണ് പാരലൽ ആയിട്ടുള്ളത്? എ പി പാരലൽ ക്യു ആർ അല്ലേ? എ പി പാരലൽ ക്യു ആർ. എ പി ക്യു ആറിന് പാരലാണ്. അപ്പോൾ അവിടുത്തെ റേഷ്യോ എങ്ങനെ വരും? ബി ആർ ബൈ ആർ പി. ബി ആർ ബൈ ആർ പി ഈക്വൽസ് ബി ക്യു ബൈ ക്യു എ. ബി ക്യു ഡിവൈഡഡ് ബൈ ക്യു എ, ഇക്വേഷൻ നമ്പർ 2. ഫ്രം ഇക്വേഷൻ 1 and 2, 1ലും 2ലും നോക്കിയപ്പോൾ റൈറ്റ് സൈഡിൽ എന്തുണ്ട്? ബി ക്യു ബൈ ക്യു എ, ബി ക്യു ബൈ ക്യു എ. അപ്പോൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബി പി ബൈ പി സി ഈക്വൽസ് ബി ആർ ബൈ ആർ പി.